കാല് ശരിയായോ ചെറിയച്ച? ചെറിയച്ചനിപ്പോ നടക്കാൻ കഴിയോ? സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പോലെ സന്തോഷമുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയതുപോലെയുള്ള സന്തോഷമുണ്ട്. എന്താ ഉണ്ണി അവിടെ നിൽക്കുന്നേ? ഇങ്ങ് വാ മോനെ. ഞാൻ നടക്കാൻ വേണ്ടി നീ ഒരുപാട് റിസ്ക് എടുത്തില്ലേ മോനെ? ദേ നോക്ക, ഇപ്പൊ എനിക്ക് നടക്കാം. കൺഗ്രാറ്റ്സ് ചെറിയച്ചാ. എടാ കിട്ടു, നീയോ അഖിൽ മാമനോട് കൺഗ്രാറ്റ്സ് പറയ്. എന്റെ കയ്യിൽ മുറിവ് പറ്റിയമ്മേ, നോക്ക്. അയ്യോ, ഇത് വലിയ മുറിവാണല്ലോ. ഇത്രയും വലിയ മുറിവ് ഇതെങ്ങനെ പറ്റിയടാ? എങ്ങനെയാവാന്? ഇവൻ തറയിലൂടെ അല്ലല്ലോ നടക്കുന്നത്. ഏതെങ്കിലും മരത്ത് കയറി തറയിൽ വീണതായിരിക്കും. ഇല്ല, ഈ ഉണ്ണി എന്നെ അടിച്ചിട്ട് താഴെ തള്ളിയിട്ടതാ. അങ്ങനെയാ എന്റെ കയ്യിൽ ഈ മുറിവ് പറ്റിയത്. എന്ത്? നിന്നെ ഉണ്ണി അടിച്ചെന്നോ? എന്തിന്? ഞാൻ ഒന്നും ചെയ്തില്ല അമ്മേ, എന്നെ വെറുതെ അടിച്ചതാ. എന്റെ മോനെ എന്തിനാ നീ അടിച്ചേ? അത് ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ, പറയടാ. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല എന്റെ ചേട്ടനെ എന്തിനാ ഉണ്ണി അടിച്ചത്? അത് അവനെ ചേട്ടൻ അടിച്ചിട്ടില്ല അമ്മേ. അവൻ കള്ളം പറയാ അമ്മേ. അയ്യോ അയ്യോ, നിങ്ങൾ കുട്ടികളാണോ അത് വേറെ വല്ലതാണോ? 3 പേരും കൂടെ ചേർന്ന് എന്റെ മോനെ ഒറ്റപ്പെടുത്തിയിട്ട് കൊന്നുകളയാൻ നോക്കുവാണല്ലേ? എന്തൊക്കെയായി പറയുന്നത് വേണ്ടി? കുട്ടികളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാകില്ലേ? വഴക്കുണ്ടാക്കിയിട്ട് മുറിവുണ്ടാകുന്ന രീതിയിലാണോ അടിക്കുന്നേ? ഉണ്ണി കിട്ടുവിനെ അടിച്ചില്ലെന്ന് പറയല്ലേ? അവൻ എന്നെ അടിച്ചു ആന്റി. ഉണ്ണി കിട്ടുവിനെ അടിച്ചോ ഇല്ലയോ? പറയേ. അത് ഞാൻ അടിച്ചു മുത്തശ്ശി. കണ്ടില്ലേ, അടിച്ചൊന്ന് അവൻ തന്നെ സമ്മതിച്ചിരിക്കുക. ഞാൻ ഒരു ഗതിയില്ലാതെ ഇവിടെ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? എന്റെ മോനും ഇങ്ങനെ കിടന്ന് അടി വാങ്ങിക്കോ? ദമയന്തി, നീ ഒന്ന് നിർത്ത്. ഉണ്ണി, നീ എന്തിനാ അവൻ അടിച്ചത്? അത് അച്ഛാ. വേറെന്തുവാ, ഇവിടുന്ന് ഞങ്ങൾ ഓസിനല്ലേ കഴിക്കുന്നേ, അതുകൊണ്ട് അവൻ അഹങ്കാരം. പറ ഉണ്ണി, കിട്ടുനെ എന്തിനാ അടിച്ചത്? നീ പറയുന്നുണ്ടോ ഇല്ലയോ? വസു, സത്യം പറ, എന്താ നടന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ ചേട്ടനെ വെറുതെ അടിച്ചതാ. എന്തിനാ നീ വെറുതെ അവനെ അടിച്ചത്? കിട്ടുന്റെ കാര്യത്തിൽ തലയിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ലല്ലേ? എന്റെ വാക്കിന് വിലയില്ലല്ലേ? കേൾക്കില്ലല്ലേ? വസു, നീ എന്തായി ചെയ്യുന്നേ? വസു, എന്താ ഇത്? വസു, എന്താ ഇത്? ചെറിയ കുട്ടി എന്തിനാ നീ ഇങ്ങനെ അടിക്കുന്നേ? നീ അതേ പോണ്ണി. എല്ലാം എന്റെ തലയിലെടുത്താ. ദൈവം എല്ലാ കഷ്ടങ്ങളും എനിക്കാ തരുന്നത്. ഇത് കൊച്ചുകുട്ടികൾ തമ്മിലുള്ള വഴക്കാ. ഇത് വലുതാക്കരുത്. അവനെ കൊണ്ടുപോയി മരുന്ന് വെച്ചു കൊടുക്ക്. വാടാ, നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കഷ്ടങ്ങളൊന്നും വരില്ലായിരുന്നു. വാ.
ചേട്ടൻ ഒരു തെറ്റും ചെയ്തില്ലമ്മേ. അമ്മ ഏട്ടനെ അടിക്കണ്ടായിരുന്നു. അമ്മ അടിച്ചതിൽ ഏട്ടൻ ഒരുപാട് വിഷമമുണ്ട്. ഏട്ടൻ പാവമാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്തിനാ വന്നത്? മമ്മി, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? എല്ലാം അവസാനിച്ചു മമ്മി. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആദ്യത്തെയാണെന്ന് അവര് മനസ്സിലാക്കി. അഖിൽ എനിക്ക് ഡിവോഴ്സ് തന്നു. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മമ്മി. അതിന് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ ആദിത്യയുടെ അടുത്തേക്ക് തന്നെയല്ലേ പോവേണ്ടത്? അവനും എന്നെ വഞ്ചിച്ചു മമ്മി. അവൻ എന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവൻ എന്നെ കൈയൊഴിഞ്ഞു. സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് കണ്ടവന്റെ പുറകെ പോയാ ഇങ്ങനെ തന്നെയാ നടക്കുക. നിന്നെ പോലെയുള്ളവളോട് ആരും ക്ഷമിക്കില്ല. മമ്മി എന്നോട് ക്ഷമിക്കില്ലേ? അവരെനിക്ക് ജീവനാംശം തരില്ലെന്ന് പറഞ്ഞു. അഖിലിന്റെ പേരിൽ ഒരു സ്വത്തും ഇല്ലെന്നാ പറയുന്നത്. എല്ലാവരും എന്നെ കൈവിട്ട ഞാൻ എങ്ങനെ ജീവിക്കും? എവിടെ പോകും? ഇത് നീ സ്വയം ഉണ്ടാക്കിയെടുത്തതാ. ഇതിന്റെ കാരണം നീ മാത്രമാ. ഇപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം? അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് മമ്മി. അല്ല, നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? എവിടെയും പോയി ചാവ്. സ്വന്തം ഭർത്താവിനോടും അമ്മയോടും ദ്രോഹം ചെയ്ത നിനക്ക് മരണം തന്നെയാ ശരിയായ ശിക്ഷ. പൊയ്ക്കോ. അത്രയുള്ളൂ മമ്മി. അത്രേ ഉള്ളൂ. നിന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഇപ്പൊ നിന്നെ കൊണ്ട് നിനക്ക് പോലും ഒരു പ്രയോജനവും ഇല്ല. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം പോയി ചാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മമ്മി തന്നെ എന്നെ കൊല്ല്. മമ്മിയുടെ കൈ കൊണ്ട് എന്നെ കഴുത്ത് ഞെരിച്ച് എന്നെ കൊന്നുകളയെ. എന്നെ കൊന്നു കളഞ്ഞേക്ക് മമ്മി. നിർത്തടേ. നിന്നെ കൊല്ലുന്ന പാപം എനിക്കെന്തിനാ? നിങ്ങളല്ലേ എന്നെ പ്രസവിച്ചത്. ആ പാപം ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീരാൻ കാരണം നിങ്ങളല്ലേ. നീ തെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തെന്നാണോ പറയുന്നേ? എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് മമ്മി തന്നെയാണ്. ഒരു തെറ്റല്ല, എത്ര തെറ്റുകളാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. എനിക്ക് അഖിലിനോടുള്ള സ്നേഹത്തെ സ്വത്തിനോടുള്ള ആർത്തിയാക്കി മാറ്റിയില്ലേ? കുടുംബത്തോടൊപ്പം ഒന്നായി കഴിയണമെന്ന് പറയുന്നതിന് പകരം അവരോട് അധികാരം ചെലുത്താനല്ലേ എന്നോട് പറഞ്ഞത്. ഫാക്ടറി വിലയ്ക്ക് വാങ്ങി അഖിലിന്റെ സ്വത്ത് നശിപ്പിച്ചു. അഖിലിന് വിവാഹമോചനം കൊടുക്കാൻ പറഞ്ഞു. എന്റെ ജീവിതവും കുടുംബവും മമ്മിയാണ് നശിപ്പിച്ചത്. മമ്മി കാരണമാണ് ഞാൻ തെറ്റായ വഴിയെ പോയി ഈ അവസ്ഥയിലായി നിൽക്കുന്നത്. എന്നിട്ടിപ്പോ വലിയ ന്യായം സംസാരിക്കുക. എന്നെ ഇങ്ങനെ ആക്കി തീർത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മമ്മിക്കാണ്. അതുകൊണ്ട് മമ്മി തന്നെ എന്നെ കൊന്നു കളഞ്ഞേക്ക്. കൈ കൊണ്ട് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് വിഷം തന്നേക്ക്. എന്താ ആലോചിക്കുന്നേ? ഇവിടെ വിഷം ഇല്ലെന്നാണോ? എന്നാ എന്നെ തൂക്കി കൊന്നേക്ക്. അല്ലെങ്കിൽ കത്തിവെച്ച് കഴുത്തെടുത്ത് കൊന്നേക്ക്. ഞാൻ ചെയ്ത തെറ്റിനെല്ലാം മരണമാണ് ശരിയായിട്ടുള്ള ശിക്ഷയെങ്കിൽ എന്നെ ഇങ്ങനെ വൃത്തിയിട്ടവളായി മാറ്റിയതിന് എന്നെ കൊല്ലുന്നതാ നല്ലത്. കൊന്നേക്ക്. ഒരുപാട് ആലോചിക്കണ്ട മമ്മി. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊന്നേക്ക്. മമ്മി ചെയ്ത പാപത്തിന് മോക്ഷം കിട്ടും. സോറി ബേബി. നീ പറഞ്ഞതുപോലെ
നീ ചെയ്ത തെറ്റുകളിലൊക്കെ എനിക്കും പങ്കുണ്ട്. മരിക്കുന്നെങ്കിൽ അത് നീയും ഞാനും ഒരുമിച്ച് വേണം. അതല്ലാതെ നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞെന്ത് പാപോ ചെയ്തേ? അതെന്തിനാ മരിക്കുന്നത്? മരണമല്ലാതെ എനിക്ക് വേറെ വഴിയില്ലെന്നല്ലേ മമ്മി പറഞ്ഞേ? ഉണ്ട്. എന്തായാലും നമ്മൾ മോശപ്പെട്ടവരായി. ഇനി ചീത്തയാവാൻ ബാക്കിയൊന്നുമില്ല. ഇനി അങ്ങനെ തന്നെ അങ്ങിരിക്കാം. അഖിൽ എങ്ങനെയാ ജീവനാംശം തരാതിരിക്കുകയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്തു മമ്മി, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. നീയല്ലേ ശ്രമിച്ചത്, അല്ലാതെ ഞാനല്ലല്ലോ. ഞാനത് നടത്തി കാണിച്ചു തരാം. അവര് വഴിക്ക് വരുവോ ഇല്ലേന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്നെ ഞാൻ രക്ഷിക്കാം. താങ്ക് യു മമ്മി. എന്റെ മമ്മിയാണെന്ന് നിരൂപിച്ചു. താങ്ക് യു. നീയും ഒരു അമ്മയാവാൻ പോകുന്നവളല്ലേ. നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ആലോചിക്കും. അതുപോലെയാ നിന്നെ കുറിച്ച് ഞാനും ആലോചിക്കുന്നത്. ആർക്കോ ജനിച്ച ഉണ്ണി ആ വീട്ടിലെ അവകാശിയാകുമ്പോ നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് അവകാശിയാവില്ലേ? എങ്ങനെയാ ജീവനാംശം കിട്ടാതെ പോവാന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. നിന്റെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. എന്റെ അങ്കിൾ ശരിക്കും നിന്റെ വളർത്തച്ഛനാണ്. അമ്മേ, ഉണ്ണി, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിച്ചപ്പോൾ നീ പറഞ്ഞില്ല. ഇനിയെങ്കിലും ഒന്ന് പറയാമോ? എന്തിനാ കിട്ടൂനെ അടിച്ചേ? വെറുതെ അച്ഛാ. കാരണമില്ലാതെ നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉണ്ണി, സത്യം പറയേ. ഞാൻ സത്യം തന്നെ പറഞ്ഞു അച്ഛാ. അല്ല, നീ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. അത് ഒന്നുമില്ല അച്ഛാ. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയല്ലേ ഉണ്ണി? അപ്പോൾ നീ എൻ്റെ അടുത്ത് പറയില്ലെന്നാണോ? പ്ലീസ് എന്നോടെങ്കിലും സത്യം പറയും. എൻ്റെ ഉണ്ണി ചീത്ത കുട്ടിയല്ലെന്ന് എനിക്ക് എല്ലാവരോടും പറയണം. കാരണമില്ലാതെ നീ ആരെയും തല്ലില്ല. എന്നോട് നിനക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് നീ സത്യം പറയും പ്ലീസ്. അത് ഞാൻ ശരിക്കും കിട്ടുചേട്ടനെ അടിച്ചായിരുന്നു അച്ഛാ. അറിയാം, അത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ചേട്ടൻ അമ്മയെ ഇൻസൾട്ട് ചെയ്തു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ ആരാന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ ചേട്ടൻ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചേട്ടനെ പിടിച്ചു തള്ളി. ചേട്ടൻ താഴെ വീണ് കൈ മുറിഞ്ഞു. കിട്ടു, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ക്ലാസ്സില് മിസ് എന്നെ പുകഴ്ത്തി പറഞ്ഞു. ചേട്ടനത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇക്കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എങ്ങനെ വെച്ചാ പറയുന്നേ? പറഞ്ഞ അമ്മ ഒരുപാട് വിഷമിക്കില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. ഈ ചെറുപ്രായത്തിൽ തന്നെ നീ എന്ത് മെച്ചൂർഡായിട്ടാണ് ചിന്തിക്കുന്നത്? അമ്മ വിഷമിച്ച എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ. സത്യം എന്താണെന്നറിയാതെ മമ്മി നിന്നെ വഴക്കം പറഞ്ഞു അടിക്കുകയും ചെയ്തു. സാരമില്ല അച്ഛാ, അമ്മയല്ലേ. എനിക്ക് വിഷമം തോന്നിയില്ല. പക്ഷെ എനിക്കതിൽ വിഷമമുണ്ട്. മമ്മിക്ക് വേണ്ടിയാണ് നീ എല്ലാവരുടെ കയ്യിൽ നിന്നും വഴക്ക് വാങ്ങിയത്. ഐ എം വെരി സോറി. സോറി ഒന്നും വേണ്ട അച്ഛാ. കിട്ടുചേട്ടനോട് ഇനി അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയേ. അമ്മയും അച്ഛനെയും എന്തെങ്കിലും പറഞ്ഞാ എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഉണ്ണി, കിട്ടുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
പറ്റുമെങ്കിൽ അവനെ വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാം. മോൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഓക്കെ? ഉണ്ണി തെറ്റ് ചെയ്തതിന് കിട്ടുവിനെ എന്തിനാ വേറെ സ്കൂളിലേക്ക് മാറ്റുന്നേ? അല്ല, താനിവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉണ്ണി, കിട്ടുവിനെ എന്തിനാ നീ അടിച്ചേ? ഏയ്, ചെറിയ കുട്ടികളാവുമ്പം അടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നിരിക്കും വസുന്ധര. അതെ അമ്മേ. വഴക്ക് കൂടാ, പക്ഷെ എന്തിനാ അടിക്കുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും റൗഡിയെ പോലെ ആകാൻ നോക്കുക. പ്ലീസ്, ഉണ്ണിയൊന്നും പറയരുത്. ഏട്ടനെന്താ ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുകയാണോ? വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടും സത്യം എന്താണെന്ന് അവൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കാരണമില്ലാതെ അവനൊന്നും ചെയ്യില്ലാന്ന് എനിക്ക് അറിയാവുന്നതല്ലേ? അതെനിക്ക് അറിയേട്ടാ, പക്ഷെ എന്താ കാരണമെന്ന് അവൻ തന്നെ പറയണ്ടേ? കുട്ടികൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അതെല്ലാം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവൻ കിട്ടുവിനെ അടിച്ചതിന് ദമയന്തി എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ഏട്ടനും അത് കണ്ടതല്ലേ? അതിന് താനും ഉണ്ണിക്ക് എല്ലാവരും മുമ്പ് വെച്ച് നല്ല അടി കൊടുത്തല്ലോ. അപ്പോ ഇവനും നല്ല വിഷമായി കാണില്ലേ? അങ്ങനെ ചെയ്തു പോയതിന് ആ സന്തോഷം നീ കിട്ടുവിനെ അടിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയി. എന്തോ ഒരു നല്ലത് സംഭവിച്ചപ്പോ അതിന്റെ കൂടെ ഒരു മോശം കാര്യവും നടന്നു. അയ്യോ, മോശം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എല്ലാം നമ്മുടെ നല്ലതിനു വേണ്ടി തന്നെയാ. അതെ അമ്മേ, all is well. ഇപ്പൊ നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പില് നീ മൗനമായിട്ട് നിൽക്കുക ചെയ്തേ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞിരുന്നെങ്കിൽ താൻ നല്ല പോലെ വിഷമിക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുവിനെ നല്ല വഴിക്ക് കൊണ്ടുവരണം. എടാ കിട്ടു, വീട് മാറിയിട്ട് നിന്റെ സ്വഭാവം മാറിയില്ലല്ലേ? നാട്ടിൽ കടന്ന് വികൃതി കാണിച്ചിട്ട് ഇവിടെയും വന്ന് വികൃതി കാണിക്കുവാണോ? ഇല്ല അമ്മേ, ഞാൻ ഒരു വികൃതിയും കാണിക്കാൻ പോയില്ല. ആ ഉണ്ണിയാണ് മനഃപൂർവ്വം എന്നോട് വഴക്കിട്ട് എന്നെ തള്ളിയിട്ടത്. അവൻ നിന്നെ അടിച്ചാലും നീ അവനെ അടിച്ചാലും നഷ്ടം നമുക്കാണ്. ഇവിടെ എല്ലാവരും അവന്റെ ഭാഗത്തേ നിൽക്കൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കഴിയണം. ആ ശരി അമ്മേ. വാ, വന്ന് കിടക്ക്. രാവിലെ സ്കൂളിൽ പോകാനുള്ളതാ. വാതിലെന്താ തുറക്കാത്തത്? അകത്താരാ ഉള്ളത്? വാ, നമുക്ക് ജനൽ വഴി നോക്കാം. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ. എന്താടി വാതില് തുറക്കുന്നില്ല. എങ്ങനെ തുറക്കാനാ? അതിന് ഞാൻ കതക് അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കല്ലേ. എന്തിനാ കുറ്റിയിട്ടെ? നിങ്ങൾ അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാ. ഇത് ഞങ്ങളെ റൂമല്ലേ, നിങ്ങൾ പുറത്തേക്ക് വന്നേ. എന്താടാ ഇത് നിങ്ങളുടെ റൂമാണെന്നോ? ആ ഉണ്ണിയെ നീ വെറുതെ കുറ്റപ്പെടുത്തിയതുപോലെ എനിക്കിട്ടും പണിയാനാണോടാ നീ നോക്കുന്നേ? എന്റെ റൂം നിങ്ങൾ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തു. എനിക്കുള്ള സ്നാക്സ് വരെ കഴിക്കുന്നു.
എന്നിട്ട് പിശാചുക്കളെ പോലെ വന്ന് പേടിപ്പിക്കുന്നു. ഇന്നു മുതല് എന്റെ റൂമും എന്റെ സ്നാക്സും ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പേടിക്കില്ല. എന്റെ റൂമില് ഞാൻ മാത്രം തനിച്ച് കിടന്നോളാം കേട്ടോ. അത്രേ ഉള്ളോ കുഞ്ഞമ്മേ? അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കി വാതില് തുറക്കില്ലല്ലേ? എന്താന്ന് വെച്ചാ നിങ്ങൾ ചെയ്തോ. ചെല്ല് ചെല്ല്. ശരി കുഞ്ഞമ്മേ. പാടാ കിട്ടൂ. പിന്നെ അല്ലാതെ എന്നോട് കളിക്കാൻ വരുന്നോ? ഇപ്പൊ പേടിച്ചോടുന്നത് കണ്ടില്ലേ? ഓം വറ്റൽ മുളക് സ്വാഹ. ഓം രണ്ടാം വറ്റൽ മുളക് സ്വാഹ. ഓം മൂന്നാം വറ്റൽ മുളക് സ്വാഹ.